അപ്പോൾ ഇത് 7th ഡേ ആണ്, ടൂറിൻ്റെ ലോങ് വീഡിയോ, ലാസ്റ്റ് വീഡിയോ ആണ് ഇത്. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ കുറേ ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല, എല്ലാം മറന്നുപോയി. പിന്നെ വയ്യായിരുന്നു, ഇന്നലെ തൊട്ടേ തുടങ്ങിയ ട്രാവൽ ആയതുകൊണ്ട് ഫുള്ള് പോയി. അപ്പോൾ വരുന്ന വഴിക്കാണ് ഇതൊക്കെ കണ്ടത്. ഇത് കേരളത്തെത്തിയതിന് ശേഷമാണ് കേട്ടോ. കേരളത്തെത്തിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. നമ്മൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് കയറുമ്പോൾ ഒരു സന്തോഷമല്ലേ, അതേപോലെ. അപ്പോൾ ഇന്ന് ശിവരാത്രിയുടെ അന്നാണ് നമ്മൾ തിരിച്ചെത്തിയത്. അപ്പോഴാണ് ഈ ഒരു ഏതോ ഒരു കോവിൽ ഉത്സവം നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ തിരക്കും ആൾക്കൂട്ടവും ഈ പ്രതിമകളും സാധനങ്ങളും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് രാവ് നോക്കിക്കൊണ്ടിരുന്നു. രാവിലെ പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഫുഡ് നമുക്ക് ലാസ്റ്റ് ഫുഡാണ് പാക്കേജിൽ, അതുകൊണ്ട് കുറേ സ്നാക്സോ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വാങ്ങിയത് കേട്ടോ. എല്ലാവരും കൂടെ വാങ്ങി നമ്മളെല്ലാവരും കൂടെ വീതിച്ചൊക്കെയാണ് കഴിച്ചത്. പക്ഷേ അതിൻ്റെയൊക്കെ വീഡിയോ എവിടെയാണെന്ന് പോലും എനിക്ക് അറിഞ്ഞില്ല, ഒരു ബോധവും ഇല്ലായിരുന്നു. എവിടെയൊക്കെ ആരുടെയൊക്കെ ഫോണിലാണ് വീഡിയോ എടുത്തത്, പക്ഷേ ആ വീഡിയോ ഒന്നും ഇപ്പോൾ കാണാനില്ല. എന്തായാലും ഒരു 2 മണിക്ക് വീട്ടിലെത്തും എന്ന് പറഞ്ഞാണ് അവിടെ നിന്ന് യാത്ര തിരിച്ചത്. 2 3 4 5 പക്ഷേ ഇതുവരെ എത്തിയില്ല. എന്തായാലും ഞാൻ എത്തിയത് ഒരു 8 മണി 8:30 ഞാൻ വീട്ടിൽ എത്തി. പക്ഷേ എന്തോ ഭയങ്കരമായിട്ട് വീട്ടിൽ എത്തിയതിന് ശേഷം എന്തോ ഭയങ്കര മിസ്സിങ് ആയിരുന്നു, എന്തോ നമുക്ക് കളഞ്ഞു പോയ പോലെ. കാരണം ഇത്രയും ദിവസം അവരോട് നിന്നിട്ട് വീട്ടിൽ വന്നപ്പോൾ എന്തോ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നിട്ട് നമ്മൾ 4 പേരിൽ മാത്രം ചുരുങ്ങിയപ്പോൾ ഒരു സങ്കടമായിരുന്നു. പിന്നെ ആയപ്പോൾ ഓക്കെ ആയി. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ, അതായത് ഇത്ര സങ്കടം പറഞ്ഞത്. അപ്പോൾ ഇതിനു മുമ്പ് ടൂറിന് ആയാലും ഒരിക്കലേ പോയിട്ടുള്ളൂ, എന്നാലും അത്ര ഒരു ഇത് വന്നിട്ടില്ല. ഇപ്പോൾ എല്ലാവരുമായിട്ട് ഭയങ്കര കണക്ഷനായി. നേരത്തെ പോകേണ്ടതായിരുന്നു. പിന്നെ ടൂറിൻ്റെ ലാസ്റ്റ് ഒരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഇറങ്ങി. പക്ഷെ എനിക്ക് വയ്യാത്തതുകൊണ്ട് എനിക്ക് കളിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു 5:30 6 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ പട്ടം ഒക്കെ എത്തിയേട്ടോ. അവിടെ നമ്മുടെ സ്ഥലമൊക്കെ എത്താറായപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ എത്താറായല്ലോ. പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കുഞ്ഞി അവിടെ നിന്ന് കരയുന്നു, അയ്യോ തീരാറായി. അപ്പോൾ ഇതോടും കൂടെ നമ്മളെ ടൂറും കഴിഞ്ഞ് അതേപോലെ ക്ലാസ്സും ഒക്കെ കഴിയാറായതുകൊണ്ട് ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുഞ്ഞിതാ വിഷമിച്ച് നിൽക്കുകയാണ്. എത്താറായി കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ അവിടെ എത്തി. അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഞാൻ ഇനിയിപ്പോൾ എത്തുമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് സിഗ്നലൊക്കെ വന്നു. അങ്ങനെ കുറച്ച് നേരം നിന്നു. രാത്രി ആ സ്ഥലം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ എപ്പോഴും നൈറ്റ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, ലൈറ്റും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഡാൻസ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു, എല്ലാവരും കളിക്കുന്നത്, പിന്നെ നോക്കുന്നത് എത്താറായോ എന്ന്. അങ്ങനെ കുറച്ച് നേരം സ്റ്റക്കായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും ആയപ്പോൾ സങ്കടം വന്നു തുടങ്ങി. കാരണം ഇത്രയും ദിവസം ഒരുമിച്ചായിരുന്നിട്ട് പിരിയണോണ്ട് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ എന്തായാലും എത്താറായി. പിന്നെ ഇനി ബാഗ് സാധനങ്ങളൊക്കെ എടുക്കണം, ഇനി അവിടെ നിന്ന് വീട്ടിൽ എത്തണം. അതായിരുന്നു കുറച്ചും കൂടെ ഒരു ടാസ്ക്. പിന്നെ ഇത് നമ്മുടെ പള്ളിയും കോവിലും എല്ലാം ഉണ്ട് ഇവിടെ. ഇതും രാത്രി നല്ല രസമാണ് കാണാൻ. എനിക്ക് എപ്പോഴും അങ്ങനെ കാണാൻ വേണ്ടി പറ്റൂല കേട്ടോ. അപ്പുറത്തൊരു പള്ളിയും കൂടെ ഉണ്ട്. അത് എത്താറായതുകൊണ്ട് എല്ലാവരും കുറച്ചും കൂടെ പറയുകയാണ് പെട്ടെന്ന് നല്ല പാട്ടിട്ട് എന്തായാലും നന്നായിട്ട് ഒരു ഡാൻസും കൂടെ കളിച്ചിട്ട് ഇറങ്ങാം. അങ്ങനെ പാട്ട് സെലക്ട് ചെയ്യേണ്ട ടെൻഷനിലായിരുന്നു. അവസാനം ഏതോ പാട്ടിട്ട് പിന്നെ അവസാനം ഒരു കിടിലം പാട്ട് കിട്ടി. അങ്ങനെ കിടന്ന് ഡാൻസ് കളിക്കാൻ എനിക്ക് കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കാലെനിക്ക് ചെറിയൊരു പണി തന്നു, അതുകൊണ്ട് എനിക്ക് കളിക്കാൻ പറ്റിയില്ല. ഞാൻ എല്ലാവരും കളിക്കണം നോക്കിക്കൊണ്ട് എനിക്ക് അവിടെ ഇരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ബാക്കി എല്ലാവരും ഇറങ്ങി. എനിക്ക് കുറച്ച് കാല് നീര, എനിക്ക് എപ്പോഴും ഉള്ള അസുഖമാണ്. എനിക്ക് നിന്ന് തന്നെ കളിക്കണമെന്നില്ലല്ലോ, അവിടെ ഇരുന്ന് ഇതേപോലെ കളിക്കാം. അങ്ങനെ എങ്ങനെ പറ്റുന്നുള്ള പോലെയൊക്കെ എൻജോയ് ചെയ്യും. എല്ലാവരും അങ്ങനെ അടിച്ച് പൊളിച്ച്. പിന്നെ എല്ലാവർക്കും കൂടെ അവിടെ നിൽക്കാനും പറ്റൂലല്ലോ. കുറച്ച് ബ്രേക്ക് അടിക്കുമ്പോൾ എല്ലാം അങ്ങ് പോകും. അതുകൊണ്ട് എനിക്ക് ആ ഒരു പേടിയുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു ദിവസം കളിച്ചാണ് ഞാൻ വീണെൻ്റെ നഖം ഒടിഞ്ഞു പോയത്. സോ അത് എനിക്ക് അത്ര ഒരു കംഫർട്ടല്ല, നിൽക്കാനും ഒരു പേടിയാണ്. പിന്നെ എന്തായാലും നമ്മളെത്തി. അതിൻ്റെ സങ്കടമൊക്കെയാണ് കാണിക്കുന്നത്. കുഞ്ചിത കരയുന്നു, ആക്ഷൻ കാണിക്കുന്നു. അങ്ങനെ നമ്മളെത്തി. കോളേജിനകത്ത് ബസ് കയറ്റാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ നല്ല ലേറ്റായതുകൊണ്ട് തന്നെ എല്ലാം അടച്ചു പൂട്ടിയിട്ടാണ് പോയത്. ഇനി നമുക്ക് പുറത്ത് വെച്ച് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ അടുത്തൊക്കെ ആയിരുന്നെങ്കിൽ ഈ സമയം എൻ്റെ അമ്മ വന്ന് നിൽക്കുമായിരുന്നു എന്നെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത്
അവിടെ ആയതുകൊണ്ട് വന്നില്ല. പിന്നെ എന്തായാലും ഇറങ്ങാൻ പോണതിൻ്റെ ഒരു സങ്കടമാണ്. പക്ഷേ വേറെ ആരുടെയൊക്കെയോ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ കൂടെ ഉള്ളവന്മാരൊന്നും നേരെ വീട്ടിലല്ല പോയത്, അവൻ നേരെ നമ്മുടെ അലോകിൻ്റെ വീട്ടിൽ, എൻ്റെ വീടിനടുത്താണ് എല്ലാവരും വന്നത്. പക്ഷേ എൻ്റെ വീട് ഇവിടെയാണെന്ന് അവർ അറിഞ്ഞില്ല. എൻ്റെ വീട് കാട്ടാക്കടയെന്ന് വിചാരിച്ചാരും വന്നില്ല. അങ്ങനെ നമ്മുടെ ഡ്രൈവറിനെയൊക്കെ കണ്ടു, എല്ലാവരും കണ്ടു, ഒരു ബായി ഒക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മളെ സേഫായിട്ട് ഇവിടെ എത്തിച്ച ഡ്രൈവറാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലും കറക്റ്റ് ടൈമിന് നമുക്ക് എത്താൻ പറ്റില്ലായിരുന്നു. ഈ ചേട്ടൻ കാരണം മാത്രമാണ് നമ്മൾ എത്തിയതും നമുക്ക് റെയിൻ ഡാൻസ് ആയാലും പൂളായാലും ടൈമിന് കിട്ടിയത്. അപ്പോൾ മിഖായിൽ ഈ വണ്ടിയിലാണ് കേട്ടോ ഇത്രയും ദിവസം നമ്മൾ താമസിച്ചിരുന്നതും നമ്മുടെ ഫുള്ള് ഇതായിരുന്നു. അപ്പോൾ പോകണോണ്ട് ചെറിയൊരു സങ്കടമുണ്ട്. ഏകദേശം ഒരാഴ്ച അടുപ്പിച്ച് എല്ലാവരും ഒരുമിച്ചായിരുന്നില്ലേ. അപ്പോൾ എല്ലാവരും ബാഗൊക്കെ കെട്ടി ഇറങ്ങി. അപ്പോൾ നമ്മളെ വണ്ടി ഒരിക്കൽ കൂടെ കണ്ട് പോവുകയാണ്. ഇനി എന്ന് കാണുമെന്ന് അറിഞ്ഞില്ല.